ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ ഫ്ലൈസ്ky ct6b റിമോട്ടും ട്രാൻസ്മിറ്ററും റിമോട്ടും റിസീവറും അൺബോക്സ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് അയക്ക് കിടക്കാം. ഇതാ പെട്ടി തുറന്നാൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ബ്ലാക്കിൽ ഇംഗ്ലീഷും മറ്റേ സൈഡിൽ ചൈനീസുമായിട്ട് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. പിന്നെ ഒരു കേബിളുണ്ട്. ഇതാ ഇങ്ങനത്തെ ഒരു കേബിളുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇതാ ഇതിൻ്റെ ഒരു CD, ഇത് ബൈൻഡ് ചെയ്യാനുള്ള ഇതിൻ്റെ ആപ്പിനുള്ള CD. പിന്നെ നമുക്ക് റിമോട്ട് എടുക്കാം. ഇതാണ് റിസീവർ. ഇതാ ഈ കാണുന്നതാണ് റിസീവർ. ഇതതിൻ്റെ ബൈൻഡിങ് കീ. പിന്നെ ഇതാണ് നമ്മളെ റിമോട്ട്. അപ്പോൾ ഇതിൽ എന്താ 6 ചാനലാണ് ഈ റിമോട്ട്. 1, 2, 3, 4, പിന്നെ 5, 6 ഈ 2 നോബ്. അപ്പോൾ നമുക്കിത് ബാറ്ററി ഇട്ട് പവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ 8 ബാറ്ററി ഇട്ടിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് എന്താ ഇവിടെ ഈ പോർട്ട് കയറും. എന്നിട്ടിത് ലാപ്ടോപ്പ് കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ട്രിമ്മിങ്ങൊക്കെ ലാപ്ടോപ്പ് ചെയ്യാം. അപ്പം ഞാൻ 8 ബാറ്ററി ഇട്ടിട്ടുണ്ട്. പിന്നെ ആൻറ്റിന വെക്കാം. ഇപ്പോൾ ഇതാ റിമോട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ബൈൻഡിങ്ങും പിന്നെ ടെസ്റ്റിങ്ങൊക്കെ ഞാൻ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രിം ചെയ്യാനുള്ളതാണ്. ഇതും പിന്നെ ഇത് ത്രോട്ടിൽ, എലറോണ്, പിന്നെ റഡർ, എലിവേറ്റർ. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയതെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഒരു RC പ്ലെയിൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അപ്പം അതിൻ്റെ വീഡിയോ ഇവിടെ അടുത്തായിട്ട് വരുന്നതാണ്. അപ്പം പിന്നെ ഇതാ ഇതിപ്പോൾ ഓഫാക്കാം. പെട്ടിയിൽ നോക്കിയാൽ ഇവിടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് വായിച്ച് നോക്കാം വീഡിയോ പോസ് ചെയ്ത്. പിന്നെ ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഞാൻ പെട്ടിയിൽ കാര്യമായിട്ട് തന്നെയുള്ളൂ. പിന്നെ ഇതാ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റാണ്. ഈ സൈഡ് ചൈനീസും ഇവിടെ ഇംഗ്ലീഷും. അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ റിമോട്ടിൽ ശരിക്ക് റീചാർജബിൾ ബാറ്ററി ആണ് ഇടേണ്ടത്. ഇതിട്ടാലും 1 ടൈം യൂസ് ബാറ്ററി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. റീചാർജബിൾ ബാറ്ററി ഇട്ടാൽ ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് റിമോട്ടിൽ നിന്ന് ബാറ്ററി ഊരാതെ തന്നെ ഇത് ചാർജ് ചെയ്യണം. അപ്പം ഇനി നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കാണാം. ബൈ.